അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അദബിൻ്റെ ക്ലാസ്സിലാണുള്ളത്. ഈ സെമസ്റ്ററിലെ അവസാനത്തെ പാഠഭാഗമാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയ ഒരു കവിതയാണ് നാം പഠിച്ചത്. ഇനി അറബി സാഹിത്യത്തിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു കിതാബാണ് മുഖദ്ദിമ എന്നറിയപ്പെടുന്ന കിതാബ്. ഇബ്നു ഖൽദൂൻ എന്ന അറബി ചരിത്രകാരൻ രചിച്ച തൻ്റെ കിതാബുൽ ഇബർ എന്ന കിതാബിൻ്റെ മുഖവുര, അതിനാണ് മുഖദ്ദിമ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ അതിലെ ചില ഭാഗങ്ങൾ. അതിൽ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിലെ ഒരു ചർച്ചയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഹഖീഖത്തു താരീഖിൻ്റെ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന ഹെഡിങ്ങിലുള്ള ഒരു പാഠം. നൗഉൻ നസ്രി, ഈ സാഹിത്യശകലത്തിൻ്റെ ഇനമെന്ന് പറയുന്നത് മിൻ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമയിൽപ്പെട്ടതാണ്. സ്വാഹിബുൻ നസ് രചയിതാവ് ഇബ്നു ഖൽദൂനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദുൽ ഹദ്റമി അൽ ഇഷ്ബീലി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അബ്ദുറഹ്മാൻ ബിൻ ഖൽദൂൻ ഉലിദ ഫി തൂനിസിലാണ് അദ്ദേഹം, തുനീഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. വശബ്ബ ഫിഹ, അവിടെയാണ് വളർന്നതും. തഖറജ, അദ്ദേഹം പഠനം പൂർത്തിയാക്കി ബിരുദം നേടി പുറത്തിറങ്ങി. തഖറജ, ബിരുദം നേടി പുറത്തിറങ്ങിയത് മിൻ ജാമിയത്തി സൈത്തൂന, ജാമിയ സൈത്തൂനയിൽ നിന്നാണ്. വലിയൽ കിതാബത്ത വൽ വിസാത്തത്വ ബൈനൽ മുലൂക്കി ഫി ബിലാദിൽ മഗ്രിബ് വൽ ഉന്ദുലുസ്. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഏറ്റെടുത്തു ജോലി. അൽ കിതാബത്ത, എഴുത്തിൻ്റെയും വൽ വിസാത്തത, മധ്യസ്ഥതയും വഹിക്കുന്ന ജോലി. ബൈനൽ മുലൂക്കി, രാജാക്കന്മാർക്കിടയിൽ. ഫി ബിലാദിൽ മഗ്രിബ് വൽ ഉന്ദുലുസ്, സ്പെയിനിലെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലെയും രാജാക്കന്മാർക്കിടയിലുള്ള മധ്യസ്ഥതയും എഴുത്തുകുത്തുകളുടെയും ജോലിയാണ് അദ്ദേഹം ആദ്യം ഏറ്റെടുത്തത്. സുമ്മന്തഖല ഇലാ മിസ്ര, പിന്നെ അദ്ദേഹം മിസ്റിലേക്ക് മാറി. ഹൈസു ഖല്ലദഹു സുൽത്താൻ, ഏ സമയത്ത് ഹൈസു ഖല്ലദു, അദ്ദേഹത്തെ ഏൽപ്പിച്ച സന്ദർഭം അസുൽത്താൻ ബർഖൂഖ് എന്നവർ ഖലാ അൽ മാലിക്കിയ എന്ന അദ്ദേഹത്തിൻ്റെ ഭരണ പ്രദേശത്തെ അധികാരം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം മിസ്റിലേക്ക് മാറി. സുമസ്തഖാല മിൻ മൻസുബിഹി, പിന്നെ അദ്ദേഹം തൻ്റെ ആ ജോലിയിൽ നിന്നും തൻ്റെ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. ഇസ്തഖാലാണ് ഒഴിയുക. സുമസ്തഖാലാണ് അദ്ദേഹം ഒഴിഞ്ഞു. മിൻ മൻസുബിഹി, തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു. വൻഖത, അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. ഇല തദ്രീസി, പഠനത്തിലേക്ക്. വത്തസ്നീഫി, ഗ്രന്ഥരചനയിലേക്ക് മുറിഞ്ഞു എന്നാണ്, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു എന്നർത്ഥം. ഫക്കാനത്ത് മുസന്നിഫാത്തു മിൻ അഹമ്മിൽ മസാദിരിൽ ഫിക്രിൽ ആലമി. ഫക്കാനത്ത് മുസന്നിഫാത്തു, തൻ്റെ രചനകൾ, മുസന്നഫാത്ത്, തൻ്റെ രചനകളായിരുന്നു. മിൻ അഹമ്മിൽ മസാദിരി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ വിഷയങ്ങളാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ്, ഒരു വിഷയത്തെ നമ്മൾ തരികയുള്ളൂ, നമ്മളെ ബേസ് പോയിന്റ് എന്നൊക്കെ പറയും. നമ്മൾ മർജിയ, നമ്മളൊരു വിഷയം അന്വേഷിക്കുന്ന ഒരു സ്ഥാനം അല്ലേ, അങ്ങനെയായി മാറിയെന്നാണ്. ലിൽ ഫിക്രിൽ ആലമി, ലോക ചിന്തകൾക്കുള്ള ഒരു അടിസ്ഥാനമായി, പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ രചനകളൊക്കെ. ഒമിൻ അഷ്ഹരി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രസിദ്ധമായത് കിതാബുൽ ഇബരി വദീവാനിൽ മുബ്തദി വൽ ഖബരി ഫി മഅരിഫത്തി അയ്യാമിൽ അറബ് എന്ന അദ്ദേഹത്തിൻ്റെ കിതാബാണ്. അയ്യാമിൽ അറബി വൽ അജമി വൽ ബർബർ വമൻ ആസറഹും മിൻ ദവിൽ സുൽത്താനിൽ അക്ബർ എന്ന് പറയുന്ന വലിയൊരു പാഠഭാഗം, വലിയൊരു വിഷയം. അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പേരാണ്, പ്രസിദ്ധമായ കിതാബുൽ ഇബർ എന്ന മുഴുവൻ പേരാണ് പറഞ്ഞിട്ടുള്ളത്. കിതാബുൽ ഇബർ, പാഠങ്ങളുടെ കിതാബ് എന്നാണ്. ദിവാനുൽ മുബ്തദി വൽ ഖബരി, തുടക്കത്തിൻ്റെയും വിഷയങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒരു ദീവാൻ. ഫി മഅരിഫത്തി അയ്യാമിൽ അറബ്, അറബികളുടെ ദിവസങ്ങളെക്കുറിച്ച്, അത് ആജമികളെക്കുറിച്ചും വൽ ബർബർ, ബർബേരികളെ കുറിച്ചിട്ടും. അങ്ങനെ ആസറും, അവരെ കാലഘട്ടത്തിൽ ജീവിച്ചത് മറ്റാളുകളെ കുറിച്ചും. ഇന്ദവിൽ സുൽത്താനിൽ അക്ബർ, വലിയ വലിയ രാജാക്കന്മാർ, അവരെ കുറിച്ചൊക്കെയുള്ള വലിയൊരു ചരിത്രം. ഇതാണ് ആ കിതാബ്. ഇത്രയും വലിയ പേരാണ്. അപ്പോൾ ആ കിതാബിൻ്റെ, ഈ പറയുന്ന കിതാബിൻ്റെ മുഖവരെയാണ് ഈ മുഖദ്ദിമ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഖൽഫിയത്തുൻ നസ്ർ, ഈ ഒരു സാഹിത്യ ശകലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം.
അൽ മുഖദ്ദിമ എന്നറിയപ്പെടുന്നത് ഹുവ കിതാബുൻ, അതൊരു കിതാബാണ്. അല്ലഫ ഇബ്നു ഖൽദൂൻ, അത് രചിച്ചത് ഇബ്നു ഖൽദൂനാണ്. മുഖദ്ദിമത്തൻ ലി മുഅല്ലിഫിഹി അൽ-ലഖ്മി, തൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിൻ്റെ മുഖദ്ദിമ മുഖവുരയായിട്ട്. അൽ മൗസി, വളരെ സൂപ്പറായ കിതാബുൽ ഇബർ എന്ന അറിയപ്പെട്ട തൻ്റെ വലിയ ഗ്രന്ഥത്തിൻ്റെ മുഖവുരയായി ഇബ്നു ഖൽദൂൻ രചിച്ച ഒരു കിതാബാണ് അൽ മുഖദ്ദിമ എന്ന് പറയുന്നത്. വഖദ് യുഅ്തബറത്തുൽ മുഖദ്ദിമതു, ഈ മുഖദ്ദിമയെ പരിഗണിക്കപ്പെടുന്നു ലാഹിഖൻ മുഅല്ലഫൻ, അതൊരു യോജിച്ച ഒരു ഗ്രന്ഥമായിട്ട്, മുൻഫസിലൻ, പ്രത്യേകമായ, ലോകവിജ്ഞാനകോശം, താബിയ മൗസൂഇ എന്നറിയും, എന്താണ് എൻസൈക്ലോപീഡിയ എന്ന് ഇംഗ്ലീഷ് പറയും, വിജ്ഞാനകോശം, ഒരു വിജ്ഞാനകോശമായി, പ്രത്യേകമായ ഒരു വിജ്ഞാനകോശമായി കണക്കാക്കാൻ പറ്റുന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഏത്, ഈ മുഖദ്ദിമ എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഇത് കാരണം യതനാവലു ഫീഹി, ഈ കിതാബിൽ ഉൾക്കൊള്ളുന്നു ജമീഉ മയാദീനിൽ മഅരിഫത്തി, ഇൽമുകളുടെ എല്ലാ ഫീൽഡുകളും, എല്ലാ മേഖലകളും. മൈദാന്റെ ജമാണ് മയാദീൻ, എല്ലാ ഗ്രൗണ്ടുകളും എല്ലാ ഫീൽഡുകളും നടത്തും. അതെന്തിനാൽ മിന ശരീഅത്ത്, ഒന്ന് ശരീഅത്തുണ്ട്, മതം, താരീഖി, ചരിത്രമുണ്ട്, വൽ ജുഗ്രാഫിയ, ജോഗ്രഫി ഉണ്ട്, വൽ ഇഖ്തിസാദി, എക്കണോമിക്കലായ കാര്യങ്ങളുണ്ട്, വൽ ഉംറാനി, നാഗരികമായതുണ്ട്, വൽ ഇജ്തിമായി, സാമൂഹ്യമായ കാര്യങ്ങളുണ്ട്, വ സിയാസത്തി, രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, വ തുബ്ബി, നമ്മളുടെ ചികിത്സ, വൈദ്യം, ഇങ്ങനെ ഒരുപാട് മേഖലകൾ, നിഖില മേഖലകൾ, ഇവിടെ പറയപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള തലങ്ങളിലൊക്കെ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു എൻസൈക്ലോപീഡിയ, വിജ്ഞാനഘോഷമായി ഇതിനെ കണക്കാക്കിയത്. ത്വാബിഉൻ മൗസൂഇൻ കേട്ടോ, വിജ്ഞാനഘോഷം, എൻസൈക്ലോപീഡിയ എന്ന് പറയും. വഖത്തനാവലു ഫീഹി, മാത്രമല്ല അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അഹ്വാലുൽ ബശരി, മനുഷ്യന്മാരുടെ അവസ്ഥകൾ, വഖ്തിലാഫു ത്വബാഇഹിം, അവരുടെ പ്രകൃതിയിലെ വ്യത്യാസങ്ങൾ, വൽബിഅത്തി, ചുറ്റുപാടിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ, വാസർവാഫിൽ ഇൻസാൻ, ഈ ത്വബിഅത്ത് ബിഅത്ത്, പ്രകൃതിയിലുള്ള വ്യത്യാസങ്ങൾ അത് മനുഷ്യനിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു, ഇത്യാദി കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ കമാ തനാവലു ബിദ്ദിറാസത്തി തതവ്വുറുൽ ഉമമി വശുഊബി, കമാ തനാവലു ബിദ്ദിറാസ, ആ പഠനത്തിൽ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ തതവ്വുറുൽ ഉമമി, സമൂഹങ്ങളുടെയൊക്കെ പുരോഗതികൾ, വശുഊബി, ഓരോ ഗോത്രങ്ങളുടെയും പുരോഗതികൾ, വനുഷു ദൗലത്തി, ഭരണകൂടങ്ങളുടെ വളർച്ച, അസ്ബാബ് ഇൻഹിയാരിഹ, ആ ഭരണകൂടങ്ങൾ നാശത്തിനുള്ള കാരണങ്ങൾ, അസ്ബാബ് കാരണങ്ങൾ, ഇൻഹിയ നാശം, അതൊക്കെ നശിച്ചു പോകാനുണ്ടായ കാരണങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പഠന വിധേയമാക്കിയിട്ടുണ്ട്, ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നർത്ഥം. വബിഹാദൽ കിതാബി, ഈ ഒരു കിതാബ് കൊണ്ട്, ഈ മുഖദ്ദിമ എന്ന് പറയുന്ന ഈ കിതാബ് കൊണ്ട് സബഖ ഇബ്നു ഖൽദൂൻ മുൻകടന്നു, ഗൈറ, മറ്റുള്ളവരെ, മിനൽ മുഫക്കിരീൻ, ചിന്തകന്മാരായി കരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് എത്രയോ മുമ്പിലേക്ക് വന്നു, അതിൽ അതീതി, ഒരുപാട് ആളുകൾ അവരെക്കാളൊക്കെ ഒരുപാട് മുന്നിലേക്ക് വന്നു. എന്തിനാണ്, ആറായ അഭിപ്രായത്തിനാലും അല്ല അഫ്കാർ, ചിന്തയിനാലും. എത്രത്തോളം അദ്ദേഹത്തെ പരിഗണിച്ചു, മുഅസ്സിസൻ, ഒരു ഫൗണ്ടറായിട്ട്, ഒരു സ്ഥാപകനായിട്ട്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു ഫൗണ്ടർ, അതിൻ്റെ ഒരു കണ്ടെത്തിയ ആളായിട്ടില്ലേ, ഒരു സ്ഥാപകനായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെട്ടു ഇബ്നു ഖൽദൂനെ. ഇതിലേക്കും അതാ നിങ്ങളുടെ മുമ്പിൽ നമൂദജൻ, ഒരു ഉദാഹരണം, മിൻ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിലെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. യതഹദ്ദസു ഫീഹി അൻ ഹഖീഖത്തി താരീഖി, അതിൽ നമ്മളെ ചരിത്രത്തിൻ്റെ ഹിസ്റ്ററിയുടെ ഹഖീഖത്തിനെ കുറിച്ചാണ് അതിൽ ചർച്ച. വലാ ശക്ക, ദർ ഇസ് നോ ഡൗട്ട്, ഒരു സംശയവും വേണ്ട, അന്ന ഹാദൽ മഖ്ത, ഈ ഒരു ഭാഗം, യുസല്ലിത്തുല്ലാഹു അലാ ഉസ്ലൂബിഹി, അദ്ദേഹത്തിൻ്റെ ആ ശൈലിയുടെ മേൽ വെളിച്ചം വീശും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫിൽ അറളി, അതിൻ്റെ ആ പ്രകടതയിലും, ഒത്തഹരീരി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സ്വീകരിച്ച രീതി, ആ ഇബാറത്തുകൾ കൊണ്ടുവന്ന ശൈലി, അതിലൊക്കെ നിനക്കൊരു വെളിച്ചം വീശുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നർത്ഥം. ഈ നോക്കളി അന്നസ്, ഈ പാഠഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ. ഇഴലം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, أنه لما كانت حقيقة التاريخ أنه خبر عن الاجتماع الإنساني الذي هو عمران العالم وما يعرض للطبيعة لذلك العمران من الأحوال مثل التوحش والتأنس والعصبيات وأصناف التغلبات للبشر بعضهم على بعض. ഇവയെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അന്നോ നിശ്ചയമായ കാര്യം,
ലമ്മ കാനത്ത് ഹഖീഖത്തു താരീഖ്, താരീഖിൻ്റെ ഹഖീഖത്ത് എന്നുള്ളത് ആയപ്പോൾ അന്നവ് നിശ്ചയമായും അത് ഖബറുൻ അൻ ഇജ്തിമാഇൽ ഇൻസാനി, മനുഷ്യൻ്റെ സാമൂഹികമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു വർത്തമാനമാണ്. താരീഖ്, ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യമായ ജീവിതത്തിനെ കുറിച്ചുള്ളൊരു വിവരണമാണ്. അല്ലത് എങ്ങനത്തെ സാമൂഹ്യ മനുഷ്യ ജീവിതമാണ്? ഹുവ, അതാണ് ഇമ്രാനുൽ ആലം, ലോകത്തിൻ്റെ നാഗരികത എന്ന് പറയുന്നത് മനുഷ്യരുടെ ഈ കൂട്ടമായ സാമൂഹികമായ ജീവിതമാണ്. അതിനെക്കുറിച്ചുള്ള സംസാരമാണ് താരീഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വമ, ഒന്നും പ്രകൃതിപരമായി ഇമ്രാനി, ഈ നാഗരികമായിരിക്കുന്ന നാഗരികതയ്ക്ക് പ്രകൃതിപരമായി വന്ന ചില കാര്യങ്ങളും, അതെന്തിനാൽ മിനൽ അഹ്വാലി, അതിൻ്റെ അവസ്ഥകളാൽ, മിസ്ലു തവഹുഷി, ചിലപ്പോൾ ഏകാന്തതയായിരിക്കും, ഒത്തഅനുസി, ചിലപ്പോൾ മറ്റുള്ളവരുടെ ചില എന്തുണ്ടാവും, ഈനാസ് അല്ലെ, അവരുടെ കൂട്ട്, അവരുടെ ഒരു സാന്ത്വനം, സമാധാനിപ്പിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ. വല അസ്വബിയാത്തി, പക്ഷപാതിത്വങ്ങൾ. വ അസ്നാഫി തഗ്ലിബാത്തി, അതുപോലെ ഒരുപാട് കീഴടക്കലുകൾ. ലിൽ ബശരി, മനുഷ്യനെ ഒരുപാട് കീഴടക്കലുകൾ. ബാധവും ബാധ, ചിലരെ കീഴടക്കലുകൾ, ചിലരെ പക്ഷപാതിത്വം കാണിക്കൽ, ചിലരെ സാന്ത്വനിപ്പിക്കൽ, ചിലരെ ഒറ്റപ്പെടുത്തൽ, ഇങ്ങനെ ഇത്യാദി ഒരുപാട് അവസ്ഥകൾ ചേർന്നിട്ടുള്ള മനുഷ്യൻ്റെ ഈ നാഗരികതയ്ക്ക് വന്നിരിക്കുന്ന ചില കോട്ടങ്ങൾ, അങ്ങനെയൊക്കെ ഇതിനൊക്കെ ഉൾക്കൊള്ളിക്കുന്നൊരു സംഭവമാണ് ചരിത്രം. അതുപോലെ തന്നെ ഒമാ എൻചോ അന്താലിക്ക, അങ്ങനെ അതിനെ തൊട്ട് ഇങ്ങനെ കീഴടക്കലുകളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെ തൊട്ടുണ്ടായ മിനൽ മുൽക്കി, അധികാരങ്ങളും, വദ്ദുവലി, രാഷ്ട്രങ്ങളും, മറാത്തിബിയ, അതിൻ്റെ മറ്റുള്ള ഘടനകളൊക്കെ. ഒമാ എൻതഹില്ലുൽ ബഷറു, അതുപോലെ തന്നെ ഒമ, ഒന്നിനെയും കുറിച്ചുള്ള പഠനമാണ്. എൻതഹില്ലു, അതിനെ പിടിച്ചടക്കിയിരിക്കുന്നു, അൽ ബഷർ, മനുഷ്യൻ, ബി അമാലിഹിം, അവരുടെ കഴിവുകളെ കൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും, മഷായിഹിം, അവരുടെ അധ്വാനങ്ങളെ കൊണ്ടും. അതെന്തിനാ? മിനൽ കസ്ബി, അധ്വാനത്തിനാലും, വൽ മആശി, ജീവിത മാർഗത്തിനാലും, വൽ ഉലൂമി, വിജ്ഞാനങ്ങളാലും, വസ്സനായി, മറ്റുള്ള ഒരുപാട് നിർമ്മാണങ്ങളാലും, ഒരുപാട് കണ്ടുപിടുത്തങ്ങളാലും നടത്തും. വസാഇരി മാ യഹ്ദുസു മിൻ ദാലിക്കൽ ഇമ്രാൻ, അതുപോലെ തന്നെ ഈ നാഗരികതയിൽ നിന്നും മനുഷ്യന്മാർ കണ്ടെത്തിയ മറ്റുള്ള മുഴുവൻ സാധനങ്ങളും ബി ത്വബീഅത്തി, അവൻ്റെ പ്രകൃതിയിൽ, മിനൽ അഹ്വാലി, അവൻ്റെ അവസ്ഥയിൽ നിന്ന്. അപ്പോൾ പ്രകൃതിപരമായി അവൻ കണ്ടെത്തിയ ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള വർത്തമാനമാണ്. സാമൂഹ്യ ജീവിതം എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും നാഗരികത എന്ന് പറയുന്നത്. അപ്പോൾ ആ നാഗരികത ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യൻ കടന്നു വന്നതായിരുന്ന പല തലങ്ങളും, അവൻ നേടിയെടുത്ത ചില നേട്ടങ്ങളൊക്കെ അതിൽ വരണം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. വലമ്മാ കാനൽ കദിബു മുതദർരിഖൻ ലിൽ ഖബരി, വലമ്മാ കാനൽ കദിബു, കളവായപ്പോൾ, മുതദർരിഖൻ ലിൽ ഖബരി, അത് ഈ ഖബർ ഒരു ചരിത്രവുമായി, ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ടതായപ്പോൾ, ബി ത്വബിയാത്തി, അതിൻ്റെ പ്രകൃതിപരമായി കൊണ്ട് തന്നെ ഈ ഖബർ, ചരിത്രത്തിൽ ചിലപ്പോൾ കളവ് സംഭവിക്കാം. കളവ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവും. വലവ് അസ്ബാബുൻ തഖ്തദി, അങ്ങനെ കളവ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ അദ്ദേഹം പറയാം. വലവ്, ആ കളവിനുണ്ട്, അസ്ബാബുൻ, ആ കളവ് ഈ ഖബറിൽ കളവ് വരാൻ സാധ്യതയുള്ളത് ബി തഖ്തദി, അതിനെ തേടുന്ന ചില കാരണങ്ങളുണ്ട്. വമിൻ, അതിൽപ്പെട്ടതാണ് അത്തശീഅത്തുൽ ആറാഇ വൽ മദാഹിബി, ചില അഭിപ്രായങ്ങൾ, ചില ആശയങ്ങൾ അത് പ്രബലമായി വരിക, കാലാകാലങ്ങളായി അതിങ്ങനെ അറിയപ്പെട്ടതായിരിക്കുക. അപ്പോൾ ചില ആശയങ്ങൾ, ചില അഭിപ്രായങ്ങൾ ഇങ്ങനെ അറിയപ്പെട്ടതുണ്ടാവും, അത് അതിനൊരു കാരണമാണ്. ഫൈന നഫ്സ, കാരണം നഫ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇതാക്കാനത്ത അല ഹാലിൽ എത്തിദാലി, അതൊരു ഒരു പക്ഷത്തോടും ഒരു എന്തില്ല പ്രത്യേകമായ ഒരു താല്പര്യമെന്നില്ലെങ്കിൽ, അത് നേരെയായി ചിന്തിക്കുകയാണെങ്കിൽ, അത് എത്തിദാൽ, നേരെയായ അവസ്ഥയിൽ മനുഷ്യൻ്റെ നഫ്സ് എന്ന് പറയുന്നത് ഫി ഖബൂലിൽ ഖബരി, അതൊരു ഖബർ കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് പോകും. എങ്ങനത്തെ ഖബറാണ്? ആയത്തുഹു ഹഖ്ഹു, ആ ഖബർ അതിൻ്റെ യാഥാർത്ഥ്യത്തെ നൽകുന്നുണ്ട്. മിന തംഹീസ്, എന്തിനാൽ സൂക്ഷ്മ പരിശോധനയാൽ, വന്നതി, ചിന്തയാലും, ഹത്ത തബയ്യന സിദ്ഖുഹു, അതിൻ്റെ സത്യം വെളിവാകുന്നത് വരെ, മിനൽ കദിബി, അതിൻ്റെ കളവിൽ നിന്നും. ഫൈദാ ഖാമറഹ, അപ്പോൾ ആ അതിനോട് കൂടിക്കലരുകയാണെങ്കിൽ, തശ്ശീഉൻ ലിറഅയി, ഒരു അഭിപ്രായം ഇതുപോലെ വ്യാപിച്ചു വരാൽ, കൂടിക്കലർന്നാൽ, ഔ നുഹ്ലത്തുൻ, അല്ലെങ്കിൽ ഒരു ആശയം, നുഹ്ലത്ത് വായിക്കണ്ടി, ഒരു ആശയം കൂടി വ്യാപകമായി വന്നാൽ, ഖുബിലത്ത്, അവിടെ സ്വീകരിക്കപ്പെടും, മാ, ഒന്നിനെ, യുവാഫിഖുഹ, ആ ഒന്നിനോട് യോജിക്കുന്നതായ മിനൽ അഖ്ബാരി, മറ്റുള്ള ചരിത്രങ്ങൾ നമ്മൾ സ്വീകരിക്കും, ലി അവ്വലി വഹലത്തിൻ, ഒന്നാമതായിക്കൊണ്ട്.
അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുമ്പോൾ ഈ ആശയങ്ങൾ, ഈ വ്യാപകമായി വന്ന ആശയങ്ങൾ ആണ് ഈ ചരിത്രത്തിൽ കാണുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്തു? ആ ആശയങ്ങൾ ശരിയാണ്, നമ്മൾ കേട്ട് പരിചയമുള്ളതാണല്ലോ, ഇങ്ങനെ വ്യാപിച്ചു വന്നതാണല്ലോ, അപ്പോൾ ഈ ചരിത്രത്തിലുണ്ട്, അതുകൊണ്ട് നമ്മൾ ആദ്യമായിക്കൊണ്ട് അതെന്താവും സ്വാഭാവികമായി സ്വീകരിച്ചു പോകും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താവില്ല, നമ്മൾ പഠനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കാനോ നമ്മൾ സ്വാഭാവികമായും മുതിരുകയില്ല. അപ്പോൾ ഇങ്ങനെ ചില ആശയങ്ങൾ, ചില അഭിപ്രായങ്ങൾ വ്യാപകമാവുക എന്നുള്ളത് ഈ ഖബറുകളിൽ, ഈ ചരിത്രങ്ങളിൽ അത് കളവ് വരാൻ അതൊരു കാരണമാണ് എന്നാണ് ഈ ഒരു വിശദീകരണത്തിലൂടെ ഇബ്നു ഖൽദൂൻ എന്നവർ എന്താകുന്നത് വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ വക്കാലിക്കൽ മൈലോത്തഷിയോ, ഈ ഒരു വ്യാപനം, ഈ ഒരു ചായ്വ് അത് മൂടിയാണ് അല്ല ഐനി ബസ്വീറത്തിയ, അകക്കാഴ്ചയുടെ കണ്ണിൻ്റെ മേൽ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്ന തൊട്ട്, കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന തൊട്ട് എന്താവും അതൊരു മൂടിയാണ്. എന്തിനു തൊട്ടുള്ള മൂടി? തംഹീസി, സൂക്ഷ്മ പരിശോധനയെ തൊട്ടും അതിന് നിരൂപണം നടത്തുന്ന തൊട്ടും അതൊരു മൂടിയായി മാറും. ഫതഖവു, അപ്പോൾ സംഭവിച്ചു പോവും ഫി ഖബൂലിൽ കദിബി വനഖലി, കളവിനെ സ്വീകരിക്കലും കളവിനെ നഖൽ ചെയ്യുന്നതിലേക്കും എന്താവും അത് സംഭവിക്കും. അപ്പോൾ ഇതൊരു കാരണമാണ്. അതായത് ചില ആശയങ്ങൾ, ചില അഭിപ്രായങ്ങളൊക്കെ വ്യാപകമായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ മുമ്പ് അറിഞ്ഞുകൊണ്ട് അത് ഖബറിൽ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി സ്വീകരിച്ചു പോകുന്നർത്ഥം. ഇനി വമിനൽ അസ്ബാബിൽ മുഖ്തിദിയത്തിൽ കദിബി ഫിൽ അഖ്ബാരി, ഖബറുകളിൽ കളവിനെ തേടുന്ന കാരണങ്ങളിൽപ്പെട്ട മറ്റൊന്ന് അയ്ദൻ അസ്യഖത്തു ബിന്നാഖലീന, ഈ ഖബറുകൾ നക്കൽ ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഈ ചരിത്രം പറഞ്ഞ ആളാര്, അയാളെ നോക്കുമ്പോൾ അയാൾ നല്ല വിശ്വസ്തനാണ് തോന്നുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ് വിശ്വസിച്ചു പോകും, കളവാണെങ്കിലും. അതാ പറഞ്ഞത്. ഓ തംഹീസു ദാലിക, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, യർജിയോ, അത് മടങ്ങുന്നത് ഇലത്തഅദീലി, എന്തിലേക്കാണ്? അതയാളെ ആദിലാക്കുക. തർജീഹ് നമ്മൾ ഹദീസിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരെ കുറിച്ച് പറയുന്നുണ്ട്, തഅദീലും തർജീഹും. ആ ഒരു വിഷയത്തിലേക്കാണ് ഇത് മടങ്ങുന്നത്. വമിൻഹ, അങ്ങനെ ആ കളവിനെ ഖബറിൽ കൊണ്ടുവരുന്നതിൽപ്പെട്ട ഒരു മറ്റൊരു കാര്യം അദ്ദുഹൂൽ അനിൽ മഖാസിദി, ഉദ്ദേശങ്ങളെ തൊട്ട് അശ്രദ്ധരാണ്. അദ്ദുഹൂൽ, അശ്രദ്ധ കാണിക്കലാണ്. അനിൽ മഖാസിദി, ഉദ്ദേശങ്ങളെ തൊട്ട്. കസീറമിനാഖലീന, അധിക ഈ ഖബറിൽ നക്കൽ ചെയ്യുന്ന ആളുകളും ലാ യഅരിഫുൽ ഖസ്ദ്, അവർക്ക് ഉദ്ദേശം അറിയില്ല. ബിമാ ആയന, ഈ ഒരു ചരിത്രം എന്തിനു അഭിമുഖീകരിക്കുന്നു, വസമിയ, എവിടുന്ന് കേട്ടു എന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാവില്ല. ഫയൻഖുലുൽ ഖബറു, അപ്പോൾ ഖബറിനെ അവർ നക്കൽ ചെയ്യും അലാമാ ഫി ദന്നിഹി, അവരുടെ ദന്ന് പ്രകാരം, തഖ്മീനിഹി, അവരുടെ ചിന്ത പ്രകാരം, ഫയഖൂ ഫിൽ കദിബി, അപ്പോൾ ചിലപ്പം കളവിലാണ് സംഭവിക്കുക. അപ്പം ഇങ്ങനെ എന്താവാം, അതും ഒരു കളവായി വരാൻ സാധ്യതയുള്ളതിൽ പെട്ടതാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുക. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.